പാരാമെഡിക്കൽ കോഴ്സുകളിൽ പ്രധാനപ്പെട്ട ഒരു കോഴ്സാണ് BSc ഡയാലിസിസ് ടെക്നോളജി. കിഡ്നി പേഷ്യൻസിന് ഡയാലിസിസ് ചെയ്യാനായി സഹായിക്കുന്ന ടെക്നീഷ്യന്മാരെ വാർത്തെടുക്കുന്ന കോഴ്സാണിത്. കോഴ്സിൻ്റെ ദൈർഘ്യം 4 വർഷമാണ്. 3 വർഷത്തെ തിയറി പഠനത്തോടൊപ്പം 1 വർഷത്തെ ഇൻറ്റേൺഷിപ്പുമാണ് ഇതിലുള്ളത്. ഹ്യൂമൻ അനാട്ടമി, ഫിസിയോളജി, പാത്തോളജി, ഫാർമക്കോളജി, ഡയാലിസിസ് എക്യുപ്മെൻറ്റ് ആൻഡ് ടെക്നോളജി, റീനൽ ഡിസീസസ്, പേഷ്യൻ്റ് കെയർ തുടങ്ങിയവയൊക്കെയാണ് ഈ കോഴ്സിൽ പഠിക്കേണ്ടി വരിക. കിഡ്നി പേഷ്യൻസിൻ്റെ എണ്ണം വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ ഡയാലിസിസ് ടെക്നോളജി പഠിച്ച കുട്ടികൾക്ക് ജോലി സാധ്യതകൾ ഏറെയാണ്. കേരളത്തിൽ BSc MLT പഠിക്കാനായി ഏകദേശം 135ഓളം സീറ്റുകളാണുള്ളത്. അതിൽ 65ഓളം വരുന്ന ഗവൺമെൻറ് സീറ്റിലേക്കും പ്രൈവറ്റ് മേഖലയിലെ 34 സീറ്റുകളിലേക്കും അഡ്മിഷൻ നടക്കുന്നത് LBS മുഖേനയാണ്. കഴിഞ്ഞ വർഷത്തെ LBS അലോട്ട്മെൻറ്റ് ലിസ്റ്റിൽ നിന്നും എടുത്ത ഡേറ്റ അനുസരിച്ച് ലാസ്റ്റ് വന്ന ഇൻഡെക്സ് മാർക്കുകളെക്കുറിച്ച് നമുക്കിവിടെ സംസാരിക്കാം. ഇതുപയോഗിച്ച് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കിൻ്റെ സാധ്യതകളെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ആദ്യത്തെ കോളേജ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം. അവിടെ ആകെ 16 സീറ്റുകളാണുള്ളത്. അവിടെ സ്റ്റേറ്റ് മെറിറ്റിൽ അവസാനം അഡ്മിഷൻ കിട്ടിയ ഇൻഡെക്സ് മാർക്ക് 296.66 ആണ്. EWL 280, ഈഴവയിൽ 280.84, മുസ്ലിമിൽ 295.83, ബാക്ക്വേർഡ് ഹിന്ദു 290, LC വിഭാഗത്തിൽ 247.50, SC വിഭാഗത്തിൽ 290.83. അടുത്തത് 11 സീറ്റുകളുള്ള ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആലപ്പുഴയാണ്. അവിടെ സ്റ്റേറ്റ് മെറിറ്റ് എൻഡ് ചെയ്ത ഇൻഡെക്സ് മാർക്ക് 285 ആണ്. EWL 279.99, ഈഴവയിൽ 279.99, മുസ്ലിമിൽ 293.33, STയിൽ 293.33. അടുത്തത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോട്ടയമാണ്. അവിടെയും 11 സീറ്റുകളാണുള്ളത്. സ്റ്റേറ്റ് മെറിറ്റിൽ അവസാന അഡ്മിഷൻ കിട്ടിയ ഇൻഡെക്സ് മാർക്ക് 295. അടുത്തത് 22 സീറ്റുകളുള്ള ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോടാണ്. അവിടെ സ്റ്റേറ്റ് മെറിറ്റിൽ അവസാന അഡ്മിഷൻ കിട്ടിയ ഇൻഡെക്സ് മാർക്ക് 297.50 ആണ്. അടുത്തത് 5 സീറ്റുകളുള്ള ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് എറണാകുളമാണ്. അവിടെ സ്റ്റേറ്റ് മെറിറ്റ് എൻഡ് ചെയ്തത് 297.50, EWS 280, മുസ്ലിം 295.83. ഇനി സെൽഫ് ഫിനാൻസിങ് കോളേജുകളാണ്. ആദ്യത്തേത് MES ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ്. അവിടെ സ്റ്റേറ്റ് മെറിറ്റ് എൻഡ് ചെയ്തിരിക്കുന്നത് 282.50. മറ്റൊരു കോളേജാണ് 7 സീറ്റുകളുള്ള KMCT കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസ്. അവിടെ സ്റ്റേറ്റ് മെറിറ്റ് എൻഡ് ചെയ്ത ഇൻഡെക്സ് മാർക്ക് 260.84 ആണ്. അടുത്തത് 5 സീറ്റുകളുള്ള ശ്രീ ഗോകുലം കോളേജ് ഓഫ് അലൈഡ് മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് ആണ്. അവിടെ സ്റ്റേറ്റ് മെറിറ്റ് എൻഡ് ചെയ്തിരിക്കുന്നത് 268.33. 5 സീറ്റുകളുള്ള പുഷ്പഗിരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് സെൻറ്ററിൽ സ്റ്റേറ്റ് മെറിറ്റ് എൻഡ് ചെയ്തിരിക്കുന്നത് 248.33. 5 സീറ്റുകളുള്ള മറ്റൊരു കോളേജാണ് മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെൻറ്റർ. അവിടെ സ്റ്റേറ്റ് മെറിറ്റ് എൻഡ് ചെയ്തിരിക്കുന്നത് 261.67 ആണ്. 24ാമത്തെ അലോട്ട്മെൻറ്റിലാണ് ഈ അഡ്മിഷൻ നടന്നിരിക്കുന്നത്. അടുത്തത് ലിസി കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസ് ആണ്. അവിടെയും 5 സീറ്റുകളാണുള്ളത്. സ്റ്റേറ്റ് മെറിറ്റിൽ അവസാനം അഡ്മിഷൻ കിട്ടിയ ഇൻഡെക്സ് മാർക്ക് 289. ഇനി നമുക്ക് ഓരോ കോളേജുകളിലും സ്റ്റേറ്റ് മെറിറ്റിൽ അഡ്മിഷൻ കിട്ടിയ അവസാന ഇൻഡെക്സ് മാർക്കുകളെക്കുറിച്ച് അനലൈസ് ചെയ്യാം. ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലെല്ലാം തന്നെ 295 മുകളിലുള്ള കുട്ടികൾക്കാണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. എന്നാൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ 285 ഇൻഡെക്സ് മാർക്ക് എൻഡ് ചെയ്തിരിക്കുന്നത്. ആ അഡ്മിഷൻ നടന്നിരിക്കുന്നത് 23ാമത്തെ അലോട്ട്മെൻറ്റിലാണ്. അതുപോലെ സ്റ്റേറ്റ് മെറിറ്റിൽ അഡ്മിഷൻ കിട്ടിയ ഏറ്റവും കുറഞ്ഞ ഇൻഡെക്സ് മാർക്ക് 161.67 ആണ്. മലബാർ മെഡിക്കൽ കോളേജിലാണ് ഈ അഡ്മിഷൻ നടന്നിരിക്കുന്നത്. 24ാമത്തെ അലോട്ട്മെൻറ്റിലാണ് ഈ അഡ്മിഷൻ നടന്നിരിക്കുന്നത്. സ്റ്റേറ്റ് മെറിറ്റിൽ അഡ്മിഷൻ കിട്ടിയ മറ്റൊരു കുറഞ്ഞ ഇൻഡെക്സ് മാർക്കാണ് 189. ലിസി കോളേജിലാണ് ഈ അഡ്മിഷൻ നടന്നിരിക്കുന്നത്. അതും 23ാമത്തെ അലോട്ട്മെൻറ്റിൽ. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം, നല്ല ഇൻഡെക്സ് മാർക്ക് കുറഞ്ഞ കുട്ടികൾക്ക് വരെ സ്പോട്ട് അഡ്മിഷൻ്റെ സമയത്ത് അവസരം കിട്ടി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ BSc ഡയാലിസിസ് ടെക്നോളജി പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഇൻഡെക്സ് മാർക്ക് കുറഞ്ഞവരാണ് എന്ന് വിചാരിച്ച് നിരാശപ്പെടാതെ LBSലേക്ക് ആപ്ലിക്കേഷൻ അയക്കൂ. അവസരങ്ങൾ നമുക്ക് എവിടെ നിന്ന് എപ്പോഴാണ് കിട്ടുക എന്ന് പറയാനാവില്ല. അടുത്തത് EWS വിഭാഗത്തിൻ്റെ ഇൻഡെക്സ് മാർക്കുകൾ പരിശോധിക്കാം. EWSന് ഗവൺമെൻറ് കോളേജുകളിൽ മാത്രമാണ് റിസർവേഷനുള്ളത്. സെൽഫ് ഫിനാൻസിംഗ് മേഖലയിൽ EWS വിഭാഗത്തിന് റിസർവേഷൻ ഇല്ല. ഈ വിഭാഗത്തിലെ ഏറ്റവും കൂടിയ ഇൻഡെക്സ് മാർക്കിൽ അഡ്മിഷൻ നടന്നിരിക്കുന്നത് 292.50 ഇൻഡെക്സിൽ കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. അതുപോലെ ഏറ്റവും കുറഞ്ഞ ഇൻഡെക്സ് മാർക്കിൽ അഡ്മിഷൻ നടന്നിരിക്കുന്നത് 279.99 ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആലപ്പുഴയിലുമാണ്.
ഈഴവ വിഭാഗത്തിൽ ആകെ 5 അഡ്മിഷൻസാണ് നടന്നിരിക്കുന്നത്. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോട്ടയത്ത് 293.33 ഏറ്റവും കൂടിയ ഇൻഡെക്സ് മാർക്ക്. വിഭാഗത്തിലെ ഏറ്റവും കുറഞ്ഞ ഇൻഡെക്സ് മാർക്ക് 269.17 MES ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസിലാണ് ഈ അഡ്മിഷൻ നടന്നിരിക്കുന്നത്. മുസ്ലിം വിഭാഗത്തിലും 5 അഡ്മിഷൻസാണ് നടന്നിരിക്കുന്നത്. ഏറ്റവും കൂടിയ ഇൻഡെക്സ് മാർക്ക് 295.83 ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്തിലാണ് ഈ അഡ്മിഷൻ നടന്നത്. അതുപോലെ ഏറ്റവും കുറഞ്ഞ ഇൻഡെക്സ് മാർക്കായി 280.83 അഡ്മിഷൻ നടന്നിരിക്കുന്നത് MES ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസിലാണ്. ബാക്ക്വേഡ് ഹിന്ദു വിഭാഗത്തിൽ ആകെ 3 അഡ്മിഷൻസാണ് നടന്നിരിക്കുന്നത്. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം 290, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോട് 287.50, ശ്രീ ഗോകുലം കോളേജ് 239.17. LC വിഭാഗത്തിലും ആകെ 3 കോളേജുകളിലാണ് അഡ്മിഷൻ നടന്നിരിക്കുന്നത്. ആദ്യത്തെ കോളേജ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോട് 281.67, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം 247.50, ലിസി കോളേജ് 245.83. BX വിഭാഗത്തിൽ ആകെ ഒരു അഡ്മിഷനാണ് നടന്നത്. അത് പുഷ്പഗിരി കോളേജിലാണ്. ഇൻഡെക്സ് മാർക്ക് 205.83. KU വിഭാഗത്തിൽ ശ്രീ ഗോകുലം കോളേജിലാണ് അഡ്മിഷൻ നടന്നിരിക്കുന്നത്. 225.83. KN വിഭാഗത്തിലും ഒരു അഡ്മിഷനാണ് നടന്നത്. പുഷ്പഗിരി കോളേജ് 239.99. ഇവരെ വിഭാഗത്തിലും ആകെ 2 അഡ്മിഷൻസാണ് നടന്നിരിക്കുന്നത്. കോട്ടയം ഗവൺമെൻറ് കോളേജിൽ 264.17 ഇൻഡെക്സ് മാർക്കിനും KMCTയിൽ 241.66 ഇൻഡെക്സ് മാർക്കിനും. വിശ്വകർമ്മ വിഭാഗത്തിലും 2 അഡ്മിഷൻസാണ് നടന്നിരിക്കുന്നത്. കോട്ടയം ഗവൺമെൻറ് കോളേജിൽ 290.83 ഇൻഡെക്സ് മാർക്കിൽ ഒരു അഡ്മിഷൻ നടന്നു. അതുപോലെ തന്നെ KMC 240.83 ഇൻഡെക്സ് മാർക്കിലാണ് മറ്റൊരു അഡ്മിഷൻ നടന്നിരിക്കുന്നത്. STയിൽ ആകെ ഒരു അഡ്മിഷനാണ് നടന്നത്. കോട്ടയം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ അവിടെ 277.5 ഇൻഡെക്സ് മാർക്കിനാണ് അഡ്മിഷൻ നടന്നിരിക്കുന്നത്. അടുത്തത് SC വിഭാഗമാണ്. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആലപ്പുഴയിലാണ് ഏറ്റവും കൂടിയ ഇൻഡെക്സ് മാർക്കിൽ അഡ്മിഷൻ നടന്നിരിക്കുന്നത്. 293.33. SC വിഭാഗത്തിലെ ഏറ്റവും കുറഞ്ഞ ഇൻഡെക്സ് മാർക്കിൽ അഡ്മിഷൻ നടന്നിരിക്കുന്ന കോളേജ് മലബാർ മെഡിക്കൽ കോളേജാണ്. 189.17 ഇൻഡെക്സ് മാർക്കിലാണ് ഈ അഡ്മിഷൻ നടന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇൻഡെക്സ് മാർക്ക് കുറഞ്ഞ കുട്ടികൾക്കും അഡ്മിഷൻ കിട്ടാവുന്ന ഒരു പാരാമെഡിക്കൽ കോഴ്സാണ് BSc ഡയാലിസിസ് ടെക്നോളജി.